കേസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഒരു അവധി ദിവസം ആയതുകൊണ്ട് അവധി എന്ന് വെച്ചാൽ എനിക്കിന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത നമ്മളെ വണ്ടി കഴുകാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഭാഗമില്ലേ, നമ്മൾ ഈ ഫൈബർ ബോഡി ഈ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം കുറേ നമ്മളെൻ്റെ പഴയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം നരച്ചൊക്കെ വരും ഈ ഫൈബർ ബോഡി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡയറക്റ്റ് വെയിലടിക്കണോണ്ട് ഈ ഭാഗം വെക്കം നരയ്ക്കും. അപ്പം എന്തായാലും ഇതെങ്ങനെയെങ്കിലും വൃത്തിയാക്കണമെന്ന് തോന്നി. നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ലോണം വൃത്തിയായി കിട്ടത്തില്ല. കാര്യം കഴുകുമ്പോൾ നല്ല എടുക്കുവാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലോട്ടാവും, ഒരു രക്ഷയും കാണത്തില്ല. അപ്പോൾ നമുക്കതെങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ അത് ക്ലീൻ ചെയ്യാണ്. എന്തായാലും ഞാനും ആ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് തന്നെ വെക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. സക്സസ് ആവോ ഇല്ലയെന്നും കൂടെ നമുക്ക് നോക്കാം. ഈ പാർട്ടുകളാണ് നമ്മൾ ഇന്നിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം വെയിലൊക്കെ അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല നരയുണ്ട്. ഇതൊക്കെ സെറ്റാക്കണതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. ഇന്ന് ഫുള്ളൊന്ന് അലക്കി എടുക്കാൻ പോയാണ് നമ്മളെ വണ്ടീനെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നമ്മളെ വണ്ടിയൊക്കെ കഴുകാൻ നേരത്തെ നമ്മൾ വാങ്ങുന്ന ഇതുണ്ടല്ലോ ഷാമ്പു. ഇതിപ്പോൾ വണ്ടി കഴുകുന്ന ഷാമ്പു അല്ല, സാധാ തലയൊക്കെ കഴുകുന്ന ഷാമ്പു ആണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട വണ്ടി തുടയ്ക്കാനായിട്ടുള്ള തുണി, പിന്നെ ബക്കറ്റും കപ്പും ബക്കറ്റൊക്കെ. ഇതൊക്കെ സാധാ നമ്മൾ വണ്ടി കഴുകാൻ പോകുമ്പോൾ എന്തൊക്കെ എടുക്കും അതൊക്കെ തന്നെയാണ്. ഇത് വെച്ചൊരു സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോഴേ അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതൊക്കെ തന്നെയാണ്. നമുക്ക് അവിടെ 6 അപ്പോൾ കാണിച്ചു വിടാം. ഇവിടെ 6 കാണാൻ പറ്റുന്നത്. അവിടെ നമ്മളിങ്ങനെ വെള്ളം കോരി വെച്ചാണ് ഇവിടെ കഴുകി സെറ്റാക്കി എടുക്കുക. ആദ്യം നമുക്കൊന്ന് നനച്ചെടുക്കാം. നനച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഗീസ് അപ്പോൾ ഇതാണ് നമ്മൾ 6. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം കോരി എടുക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കാണ്ട് ഇതുപോലെ ഇനിയാണ്ട് ഇതുപോലെ ഷാമ്പു എടുത്തിട്ടേ ഇതെന്തുകൂടെ ഇങ്ങനെയൊക്കെ കയറിയ ഇതുകൊടുത്താണ്ട് ഇവിടെ ഫുൾ തേച്ച് കൊടുക്കുക. ഇനി ഇത് കാണിച്ചു ഫുള്ള് കറക്റ്റ് കിട്ടണം. ഇവിടെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുത്ത് ഫുള്ളൊന്ന് തേച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങ് വൃത്തിയാക്കുക. കാര്യം ഇവിടെ പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ കാണും. കേസ് അപ്പോൾ നമ്മൾ ഒരു ഷാമ്പു ഫുള്ള് ഇതിലങ്ങ് തീർക്കും കേട്ടോ. കേസ് നമ്മൾ കൈ കൊണ്ട് കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ മൊത്തം പോറി നരച്ച് കിടക്കുക. അപ്പോൾ നമ്മൾ ബ്രഷും കൂടെ ഇട്ട് തുടക്കുകയാണെങ്കിൽ ഒരുപാട് പോറും, പിന്നെ ഒത്തിരി കൂടെ വൃത്തികേടാകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൈ കൊണ്ട് ഇവിടെ ഉരയ്ക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ. കേസ് അപ്പം ഇനിയൊന്നും ജസ്റ്റ് നല്ലോണം ഒന്ന് കഴുകി കൊടുത്താൽ മതി. പണി തുടങ്ങിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെന്നേ ഉള്ളൂ. കേസ് അപ്പോൾ ഇതേ പരുവാണ് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കഴുകുമ്പം. കഴുകി കഴിഞ്ഞാൽ നല്ല കളർ കാണും, പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പഴയ അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ഇതിനിപ്പോൾ ഉണങ്ങാൻ നമ്മൾ വെക്കണം. ഉണങ്ങിയിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം. കേസ് അപ്പോൾ നമ്മൾ കണ്ടത് വെച്ചാണെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ സാധാ സോപ്പും വെള്ളമൊക്കെ തേച്ച് ഇവിടെ വൃത്തിയാക്കി ഇടണം. എന്നിട്ട് ഉണങ്ങണം. നമ്മൾ അത്യാവശ്യം ഉണങ്ങിയെടുത്ത് നമ്മൾ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കാതെ ഷാമ്പു മാത്രമായിട്ട് ഇതിൻ്റെ പുറത്ത് തേച്ച് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കാനാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാം. ബാക്കി ഇതുപോലെ തേച്ചതിന് ശേഷം കൈ കൊണ്ട് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തുടച്ച് വൃത്തിയാക്കി നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് കഴുകി നോക്കാം. അപ്പം ഉണങ്ങുമ്പോഴത്തേക്ക് പഴയ അവസ്ഥ ആവുന്നോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ തോർത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ചിരിക്കുന്നത്. മൊത്തം ഉണങ്ങിപ്പോയാലും വിഷയമാണെന്നാണ് തോന്നുന്നത്.
ടൂ വീലറുള്ള എല്ലാവർക്കും ഈ അവസ്ഥ കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൂ വീലറും പ്രത്യേകിച്ച് സ്കൂട്ടികൾക്കെല്ലാം ഇവിടെ എല്ലാം ഫൈബർ ബോഡി വരണതുകൊണ്ട് തന്നെ ഒരു 1.5 വർഷം കഴിയുമ്പോൾ വണ്ടി 1 വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതേപോലെ നരച്ചു തുടങ്ങും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും നരയ്ക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വെയിൽ ഡയറക്റ്റ് കൊള്ളണോണ്ടാണ്. കാറുകളിൽ ഇതേ അവസ്ഥ വരും. പക്ഷേ കാറുകളിൽ ഒരുപാട് വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. കാര്യം കാറുകളിൽ അങ്ങനെ സാധാരണ വെയിലകത്ത് ഡയറക്റ്റ് കൊള്ളാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. അപ്പം നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയാവുമെങ്കിലും ഉണങ്ങി കഴിഞ്ഞ പഴയ അവസ്ഥയാണ്. ബാക്കി പാർട്സുകളെല്ലാം വൃത്തിയാകും, എന്നാലും ഈ ഭാഗം പഴയ പോലെ തന്നെ ആകും. നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. എന്തായാലും ഞാൻ കണ്ട വീഡിയോയിൽ നല്ല റിസൾട്ടായിരുന്നു. ഇതിനിപ്പോൾ എന്തിനാവുമെന്ന് അറിയാൻ വയ്യ. നമുക്കെന്തായാലും നോക്കാം. കേസപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തോർത്തണിച്ചേട്ടാ ഫുള്ള് അതിൻ്റെ പ്ലാസ്റ്റിക് പിടിക്കുന്ന അറിയുന്നില്ല. ഒരു പണിയുണ്ട്. കേസ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 110% വർക്കിംഗ് ആണെന്ന് തന്നെ പറയാം. ടിപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം നമുക്ക് ഒരുപാട് മെനക്കേടൊന്നുമില്ല. ജസ്റ്റ് ആ ഷാമ്പു എടുത്ത് തേക്കുക, കഴുകുക, പിന്നെ അത് കഴിഞ്ഞ് വെറും ഷാമ്പു തേച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം തോർത്ത് വെച്ച് തുടയ്ക്കുക. ഇത്ര പരിപാടിയുള്ളൂ. സമയം ലാഭിക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ആവണില്ല. വണ്ടി കഴുകാനായിട്ട് നമ്മൾ വാങ്ങുന്ന നമ്മളെ ഷാമ്പൂ അതിൽ നിന്ന് കുറച്ചെടുത്താൽ മാത്രം മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മളൊരു 1 രൂപ 2 രൂപ ചിലവിൽ തന്നെ ഇത്ര അടിപൊളിയാണ്. നല്ല പ്രൊഫഷനുണ്ട്. പിന്നെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം, കാണാമൊന്നും അറിയത്തില്ല. നമ്മൾ ഇതിൽ ചെറിയ വരയും കുറിയൊക്കെ കാണുന്നുണ്ടായിരിക്കാണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ നമ്മളെ താക്കോലിട്ട് പോറുന്നത്, നഖം ഇട്ട് പോറുന്നതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയാലും ആ അടയാളം പോകത്തില്ല. ആ അടയാളം അതേപോലെ അവിടെ കാണും. പക്ഷേ ഒത്തിരി കറക്കും. നല്ല ഏകദേശം ഒരു പുത്തം പോലെയൊക്കെ ഏകദേശം വരും. എന്നാലും ഈ അടയാളങ്ങൾ അവിടെ കാണും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പഴകിയിരിക്കണമെങ്കിലും നിങ്ങൾ വെറുതെ ഇട്ട് പോറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയാക്കിയാലും ഇതേ അടയാളങ്ങളൊക്കെ അവിടെ കാണും. ഇതിലത്തെ കുറവാണ്, ഇങ്ങനെ വലിയ അടയാളങ്ങളൊന്നും. പക്ഷേ ഇവിടെ നല്ലോണം ഉണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, ഇവിടെ നല്ലോണം ഉണ്ട് അടയാളം. ഇവിടെ ഈ കവറൊക്കെ ഇവിടെ എടുത്ത് വെക്കുമ്പോൾ പോറി ഇവിടെ നല്ല അടയാളമുണ്ട്. ഇത് നല്ല വെള്ള കളറായിരുന്നു കേട്ടോ. നരച്ചെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലിൽ നരച്ച സാധനമാണ്. അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഒരുപാട് വൃത്തിയായെന്ന് പറയാനില്ല, കാര്യം അതിന് മാത്രമൊന്നും നമ്മളിവിടെ ചെയ്തില്ല. എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെന്തായാലും ഒരു പ്ലാനിങ് ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. നമ്മളെന്തായാലും വണ്ടി കഴുകണമെന്ന് വിചാരിച്ചു. കുറേ നാളായി വണ്ടി കഴുകിയിട്ട് ഒരുപാട് അഴുക്കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ സൈഡ് ഒരുപാട് വൃത്തികേടായിട്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യണം, ഇവിടുത്തെ വൃത്തിയാക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയൊരു ഐഡിയ ആയിരുന്നു. പക്ഷെ എനിക്ക് സക്സസ് ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കി. വർക്കിംഗ് ആണ്. ഉണ്ടോ ഇപ്പോൾ അടിപൊളിയാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വെള്ളമൊഴിച്ച് കഴുകി കേട്ടോ. നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഇടയിലൊക്കെ ഷാമ്പു കയറി ഇരുന്നുകൊണ്ട് എനിക്ക് കയ്യിൽ ഒട്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വെള്ളമൊഴിച്ച് കഴുകിയപ്പോഴും വലിയ വിഷയങ്ങളൊന്നുമില്ല. അതേപോലെ പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി എത്ര ദിവസം ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും സാധനം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്.
വേറെ വിഷയങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും. ഇറ്റ്സ് മീ അർണസ് വിത്ത് അഭിഷേക്. ഗുഡ് ബൈ.